വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യയ്ക്കാമാറെഴുന്നള്ളിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥ നാശു സംഭ്രമത്തോടും പ്രത്യുദാനവും ചെയ്തു. വിധിനന്ദനനോടും ചെന്നതീരേറ്റു യഥാ വിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിന നസ്മജന്മവുമിന്നു വന്നിതു സഫലമായി. നിൻതിരുവടിയെഴുന്നള്ളിയ മൂലം കൃതാ താന്തരാത്മാവായിതു ഞാനിഹ തപോനിതേ. ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിടും ദേശം മംഗളമായി വന്നശു സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിൻതിരുവടിയരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ജ്ഞാനമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീചസുബാഹുമുഖ്യന്മാരാം നക്തഞ്ചര മാരിരുവരുമനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനാ യവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതി കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിടിനാൻ. എന്തു ചൊൽവതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതീനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാൻ ഞാൻ. അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തൊന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലു മതിഗോപ്യം
സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മനുഷ്യനല്ല രാമൻ മാനവശിഖാമണി, മനമില്ലാത പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കമൂലമായി, പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി. നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവാൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകൂ മദിതി കൗസല്യകേ, ഇളന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി. ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ, മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും. ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾവരമെന്നാൻ. പുത്രനായി പിറക്കണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും, പൃഥ്വീന്ദ്രശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ, ശങ്ക കൈവിട്ടു കേട്ടു കൊണ്ടാലും ഇനിയും നീ. യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ, യാഗവേലായ മായോ നിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ, യോഗം കൂട്ടിടുവതേനെന്നറിഞ്ഞിടേണം നീ. എത്രയും ഗുഹ്യമിതോ വക്തവ്യമല്ലതാനും, പുത്രനെ കൂടെയയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി, പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലുമേ, നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയേ, അരികെ ചേർത്തു മാറിലണച്ചു ഗാഢം ഗാഢം. പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ, ഗുണങ്ങൾ വരുവാനായി പോവിനെന്നരുൾ ചെയ്താർ. ജനക ജനനിമാർ ചരണാംബുജം കൂപ്പി, മുനിനായകൻ ഗുരു പാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ, വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീരബാണ ഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി, യാത്രയുമായപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി, തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദ
കാലം പോയി ചില ദേശം കടന്നൂരനന്തരം മന്ദഹാസവും ചിരിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രമ ലക്ഷ്മണ കുമാരകേ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാത ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം. ദാഹവും വിശപ്പുമുണ്ടാകാതിരിപ്പിനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും. ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതി ബലയും മടിയാതെ ദേവനിർമ്മിത കളി വിദ്യകളിന്നു രാമ ദേവനു മനുജനുമുപദേശിച്ചു മുനി. ശുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോളേ ഗംഗാ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിതേ രാമ, പോകുമാറില്ലീ വഴി ആരുമേ ഇതു കാലം. കാടിതു കണ്ടായു നീ കാമരൂപിണിയായ താടക ഭയങ്കരീ വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നിർവഴി നടപ്പില. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണമവളെ നീ വല്ല ജാതിയുമതി. ഇല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവെയൊന്നു ചെറു ഞാണൊലി ചെയ്തു രാമ. നെല്ലാലോകവുമൊന്നു വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി. പെരികെ വേഗത്തോടു മടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലച്ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തം ചരിയായൊരു യക്ഷി താനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം മാശുരാഘവനുപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു. യാത്രയും തുടങ്ങിനാർ അസ്തയാ പുലർക്കാലേ.
പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ തീരിട്ടു വന്ദിച്ചാരതോ നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചാനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവാനിതും ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതോ കാല മാഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിടിരാരതോ നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീചസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാമവനെയൊരു ശര മന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഗിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനു മന്നേരമവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവ നിന്നെ രക്ഷിക്കണമെന്നഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സന ഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാനെന്നു തുടങ്ങി മാരീചനും. പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷകിന്നരസിദ്ധ ചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതി ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർ നശ്രുപൂർണാദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും പൂജിപ്പിച്ചിതു വാത്സല്യത്താൽ. 23 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസപ്പിച്ചു കൗശികനവരുമായി. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി അരുതു വൃത്താകാലം കളകെന്നുള്ളതിതും. ജനക മഹീപതി തന്നുടെ മഹായജ്ഞ മിനി വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ. ചൊല്ലിടും ത്രയംബകമാകിന മഹേശ്വര വില്ലുണ്ട് വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ
വച്ചിരിക്കുന്നു പുരാ. ഭൂമി പാലേന്ദ്രന്മാരാലർച്ചിത മനുദിനം. ശോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ തനുരത്നം. താപസേന്ദ്രന്മാരോടും ഇവണ്ണമരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ. പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര. ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദഫലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി. പുണ്ടരീകേക്ഷണനുമിവണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹര. മാശ്രയയോഗ്യം നാനാ ജന്തു സംവിധം താനും. എത്രയും ആഹ്ലാദ